ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇന്ന് എന്താണ് ഞാൻ കാണിക്കാൻ പോകുന്നതെന്നല്ലേ. 2 ചമ്മന്തികളാണ്. നല്ലൊരു മാങ്ങ ചമ്മന്തിയും പിന്നെ മുളക് ചുട്ട ഒരു ചമ്മന്തിയും. നമുക്ക് ഇത് രണ്ടും മാത്രം മതി ശരിക്കും ഒരു ചോറിൻ്റെ കൂടെ നല്ല തൃപ്തിയായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. നമുക്ക് ആദ്യം മാങ്ങ ചമ്മന്തിക്കുള്ള കാര്യങ്ങൾ എടുക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് തേങ്ങയാണ് കേട്ടോ. അത് 1/2 കപ്പിൻ്റെ അളവ് കപ്പാണ്. പിന്നെ ഒരു കൊച്ചൊരു മാങ്ങയുടെ പകുതി മാങ്ങയും ഒരു 3 കൊച്ചുള്ളിയും 4 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മാങ്ങ ചമ്മന്തിക്ക് വേണ്ടത്. ആദ്യം നമുക്ക് അരച്ചെടുക്കേണ്ടത് മാങ്ങ കുഞ്ഞായിട്ട് മുറിച്ചതും, കൊച്ചുള്ളി മുറിച്ചത്, ഇഞ്ചി കുഞ്ഞായിട്ട് മുറിച്ചത്, പച്ചമുളക് 2-3 ആയിട്ട് പൊട്ടിച്ചിട്ടത്. ഇത്രയും കാര്യങ്ങൾ ചതച്ചെടുത്തുകൊണ്ട് വരണം. ഒരു പകുതിയെങ്കിലും ആക്കണം. അല്ല നമ്മൾ തേങ്ങയും ഇതുമെല്ലാം കൂടെ ഒന്നിച്ചങ്ങിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം മാങ്ങയുടെ കഷ്ണങ്ങൾ, ഇഞ്ചിയുടെ കഷ്ണമൊക്കെ അടിയാതെ കിടക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇഞ്ചി ഒരിക്കലും കൂടിപ്പോവില്ല കേട്ടോ. 1/4 ഇഞ്ചിൻ്റെ പകുതി മതി. ഇപ്പം നമ്മുടെ മാങ്ങയും കൊച്ചുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ തേങ്ങയും കൂടെ അതിനകത്തോട്ട് ചേർക്കാം. ഇപ്പോൾ തേങ്ങയും മാങ്ങയും എല്ലാം ചേർത്ത് നന്നായിട്ട് പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടെ അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ 1.5 മാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ അല്ല ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മുളക് ചുട്ട ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം ഞാനിവിടെ ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് അല്ല കേട്ടോ, സാധാരണ വറ്റൽമുളക്. പണ്ടൊക്കെ നമ്മൾ കനലിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടാണല്ലോ മുളക് ചുട്ടിരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ അത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഗ്യാസിൻ്റെ ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ചിട്ട് മുളക് ചുട്ടെടുക്കാം. മുളക് ചുട്ടെടുത്തിട്ട് ഇതിനും ഞാൻ 1.5 കപ്പ് തേങ്ങ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ 1/2 കപ്പിൻ്റെ അളവ് കപ്പാണ്, അതുകൊണ്ടാണ് 3 പ്രാവശ്യം എടുത്തത്. അതിലേക്ക് നമ്മൾ ആ വറ്റൽമുളക് ഒരിച്ചിരുന്ന് തണുത്ത് കഴിയുമ്പോൾ ആ ചുട്ട വറ്റൽമുളക് അതിനകത്തോട്ടിടണം. പിന്നെ വേണ്ടത് ഒരു 6 കൊച്ചുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞതും, ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം, ഒരു 1/4 ഇഞ്ചിൻ്റെ പകുതി കഷ്ണം ഒരു ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞതും, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും. നമുക്ക് പിന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് അവസാനം ചേർക്കാമല്ലോ. ഇത് ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചിട്ടങ്ങ് അടിക്കുകയാണ് കേട്ടോ. ഇഞ്ചിയും കൊച്ചുള്ളിയും ഒക്കെ വളരെ ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നിച്ചങ്ങിടാമെന്ന് വെച്ചത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം പുളിയാണ് കേട്ടോ. ആ ചെറിയ കഷ്ണമാണെന്നുണ്ടെങ്കിലും അതൊന്നിച്ചിടാതെ ഒന്ന് പിച്ചി ഇടുന്നതായിരിക്കും നല്ലത്. ഇത് ഇത്രയും നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം വേണം നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്താൽ നമ്മുടെ സുന്ദരൻ മുളക് ചുട്ട ചമ്മന്തിയും റെഡിയായി. ഈ ആഴ്ച ഞാൻ എടുത്ത വീഡിയോ എല്ലാം നമുക്ക് ഒരു ഊണ് വീട്ടിൽ റെഡിയാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള അത്യാവശ്യം കുറച്ച് കറികൾ. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ചേർന്ന് പോകുന്ന കുറച്ച് കറികളെല്ലാം കൂടെ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് ഒരു ഊണിന് വേണ്ടതെല്ലാം ഒന്നിച്ചങ്ങ് അടുപ്പിച്ചടുപ്പിച്ച് പോസ്റ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഏത് ചമ്മന്തിയിലാണെങ്കിലും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഇഞ്ചിയുടെ അളവ് ഒട്ടും കൂടിപ്പോവില്ല, ഇച്ചിരി കുറഞ്ഞാലും സാരമില്ല. ഇപ്പം ദേ നമ്മുടെ നല്ല 2 ചമ്മന്തികളും വാഴയിലയിൽ അങ്ങനെ നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ റെസിപ്പികളും എൻ്റെ ചാനലുമൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നാളെ വേറെ ഒരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.